ഞങ്ങളുടെ നാട്ടിലൊക്കെ ചില ഹാജിമാര് പലപ്പോഴും ചില വിഷയത്തിൽ ബന്ധപ്പെടാറുണ്ട്. അപ്പൊ എന്താ ഇതിങ്ങനെ? അപ്പൊ ഞാൻ പറയും ഇതിങ്ങനെ. അപ്പൊ അവർ പറയും ഇത് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ എന്താണ് ഇത് ഉറക്കെ പറയാത്തത്? ആളുകളുടെ മുന്നിൽ നിങ്ങൾ എന്താണ് ഇത് പറയാത്തത്? നമ്മളിത് പറയാത്തതിന്റെ കാരണത്താൽ, നമ്മളിത് മൂടി വെക്കുന്നതിന്റെ കാരണത്താൽ മറുപുറത്ത് നമ്മളൊക്കെ വല്ലാത്ത ആവേശത്തോടുകൂടെ സിന്ദാബാദ് വിളിച്ച വലിയ സംഘടനയാകുന്ന പേരിന് മാത്രം നമ്മൾ മിണ്ടാതിരിക്കുന്ന കാരണത്താൽ ഒരുപാട് സാധുജനങ്ങൾ വല്ലാതെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. ഹക്കീം ഫൈസി ഉസ്താദ് വളാഞ്ചേരി മർക്കസിൽ നിന്ന് സിലബസ് മോഷ്ടിച്ചു എന്ന് വിശ്വസിക്കുന്ന ഒരുപാട് സാധുക്കളുണ്ട്. ഹക്കീം ഫൈസി ഉസ്താദ് അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ കൂടെയുള്ള ആളുകൾ മുജാഹിദിസവും മൗദൂദിസവുമാണ് സിലബസിൽ പഠിപ്പിക്കുന്നത് എന്ന് കരുതുന്ന ആളുകളുണ്ട്. എന്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്തുണ്ട്. അദ്ദേഹം തൊട്ട് ഒരു 2 വർഷം മുമ്പ് അല്ലെങ്കിൽ കഴിഞ്ഞ വർഷത്തിൽ അദ്ദേഹത്തോട് ചോദിച്ചു, അല്ല വാപ്പി, അപ്പൊ നിങ്ങൾ ശരിക്കും 8 റക്അത്ത് തറാവീഹ് പഠിച്ചിട്ടില്ല? അതായത് നമ്മളൊക്കെ 8 റക്അത്ത് തറാവീഹ് പഠിച്ചിട്ടുണ്ട്, നമ്മൾ എന്നിട്ട് കളവ് പറഞ്ഞ് പിടിച്ചില്ലെന്ന് കരുതുന്നാറുണ്ട്. ഞാൻ ഈ മനുഷ്യൻ ഗൾഫിലൊക്കെ ജോലി ചെയ്തിരുന്ന ഒരു ഗൾഫൊക്കെ പരിചയമുള്ള ആളായതുകൊണ്ട് മാത്രം ഞാൻ എന്റെ വീട്ടിലിരുന്ന പഴയ ഫിഖ്ഹുൽ മുയസ്സറിന്റെ കോപ്പിയെടുത്തിട്ട് അദ്ദേഹത്തിന് കാണിച്ചു കൊടുത്തു. കണ്ടോ, ഇതിൽ 20 എന്നാണ്. 20 എന്ന് പറഞ്ഞാൽ 20 അല്ലേ, 8 8. അപ്പൊ അത് പറഞ്ഞു നോക്കുമ്പോഴല്ല അദ്ദേഹം വിശ്വസിച്ചത്. വാപ്പിയിലെ സിലബസിൽ ഞങ്ങളൊക്കെ പഠിച്ചത് 8 റക്അത്തല്ല 20 റക്അത്താണ് എന്ന് നമുക്ക് ബോധ്യപ്പെടുത്തേണ്ട അവസ്ഥയുണ്ട്. നമ്മളിങ്ങനെ വെറുതെ അതൊന്നും അല്ലാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. വാപ്പികളാരും 20 റക്അത്ത് അല്ലാതെ നിസ്കരിക്കുന്നില്ല എന്നുള്ളത് നാട്ടുകാർക്കൊക്കെ അറിയാം. പക്ഷെ അത് അറിയാത്ത ഒരുപാട് ആളുകളുണ്ട്, അവരോട് ബോധ്യപ്പെടുത്തണം. നമ്മൾ ഈ സിലബസിന്റെ തുടക്കം മുതലുള്ള ആൾക്കാരാണ്. 2001 മുതൽ ഞാൻ ഈ സിലബസ് പഠിച്ച ആളാണ്. ഞങ്ങൾ ഏതായാലും ഇസ്ലാമോ അല്ലെങ്കിൽ അഡാലൽ ഇസ്തിമാഇയോ ഞങ്ങൾ കണ്ടിട്ടില്ല. അതിന്റെ മുന്നേ ഏതൊക്കെ സമയത്ത് ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. ഇനി ആ വിഷയം തന്നെ, ഈ വിഷയം ആ കിതാബ് കാണാതെ എന്തെങ്കിലും നമ്മൾ പറയുന്നതിൽ അർത്ഥമില്ലല്ലോ. ആ കിതാബിന്റെ കണ്ടന്റ് എന്താണെന്നുള്ളത് ഈ ചർച്ച വരുന്ന സമയത്തെങ്കിലും നമ്മളൊന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. ഞാൻ പറഞ്ഞിട്ട് വേണ്ട, നിങ്ങളൊക്കെ ഒന്ന് കിതാബ് അറിയുന്ന, അറബി വായിക്കാൻ അറിയുന്ന ആളുകളല്ലേ, ഒന്ന് ആ കിതാബ് ഒന്ന് വായിച്ചു നോക്കുന്നത് നല്ലതാണ്. ഫിഖ്ഹുൽ മുയസ്സർ, ഇബ്നു ആഷിർ എന്തൊക്കെ തെറ്റിദ്ധരിപ്പിക്കല്. പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ഒന്നിച്ചു നിന്ന് പറഞ്ഞു ഈ സിലബസ് ആണ് വളാഞ്ചേരി മർക്കസിൽ പഠിപ്പിക്കുന്നത്, വാഫിയിൽ പഠിപ്പിക്കുന്നതെന്ന്. നമ്മുടെ കൂടെയുള്ള ഒരുപാട് ഉസ്താദുമാര്, പ്രത്യേകിച്ച് നമ്മുടെ അംഗസ്ഥാപനങ്ങളിലുള്ള ഒരുപാട് ഉസ്താദുമാര് നമ്മുടെ കൂടെ നിൽക്കാനുള്ള വലിയൊരു കാരണം എന്താണെന്നറിയും? ഈ ഫിഖ്ഹുൽ മുയസ്സറാണ്. കാരണം ആ ഉസ്താദുമാർക്കറിയാം ഈ ഫിഖ്ഹുൽ മുയസ്സറിൽ 20 റക്അത്ത് അല്ലാതെയല്ല, അതായത് 8 റക്അത്തല്ല, പ്രാദേശിക ഭാഷയിൽ ഖുതുബ നിർവഹിക്കണം എന്നില്ല എന്നുള്ളത് നാട്ടിലെ സാധുക്കളായ, അതായത് നമ്മുടെ 1097 അഫിലിയേറ്റഡ് കോളേജുകളിൽ പഠിപ്പിക്കുന്ന ഉസ്താദുമാർ CSEയുടെ കൂടെ നിൽക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം അതായിരുന്നു. നമ്മൾ അങ്ങനെ വലിയ സമസ്തക്കാരനായ ആള് പിന്നെ ഈ പ്രശ്നങ്ങളൊക്കെ കാരണം വലിയ CSEക്കാരനായിട്ട് കഴിഞ്ഞ ബസ്സിന് നമ്മൾക്ക് എഫിഷ്യന്റ് അവാർഡൊക്കെ കൊടുത്തു മുമ്പേ അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതായത് നമ്മളൊക്കെ തെറ്റിദ്ധരിച്ചിരുന്ന ഒരാളുകൾ, നമ്മുടെ അടുത്ത് പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് കരുതിയിരുന്ന ആൾക്കാരാണ് ഈ 20 റക്അത്തിന്റെ വിഷയം പറഞ്ഞേക്കുമ്പോ ഇപ്പൊ പ്രശ്നം അവിടെ അല്ല എന്ന് പറഞ്ഞത്. അപ്പൊ ഈ വിഷയം കൃത്യമായിട്ട് സമൂഹത്തിൽ പറഞ്ഞു മനസ്സിലാക്കല് നമ്മുടെ ബാധ്യതയാണ്. കാരണം നമ്മളാണ് ഇത് പഠിച്ചു എന്ന് പറയുന്നത്, ഇത് പഠിപ്പിച്ചു എന്ന് പറയുന്നത്, ഇത് പഠിപ്പിക്കപ്പെട്ടു എന്ന് പറയുന്നത്. ആരോപണ വിധേയൻ നമ്മളാണ്. അപ്പൊ അത് കൃത്യമായിട്ട് ജനങ്ങളെ ബോധ്യപ്പെടുത്തല് നിർബന്ധമാണ്.